നഗരാസൂത്രണ വിദഗ്ധൻ അനിൽകുമാർ പണ്ടാൽ സാറാണ് ഒപ്പമുള്ളത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ തിരുവനന്തപുരം എയർപോർട്ടിനെ ഈ കൊച്ചി ലോബി അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതിനെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. ഇനി വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. സാർ, ഈ ഇന്ത്യക്കും പ്രത്യേകിച്ച് കേരളത്തിനും അഭിമാനകരമായി വിഴിഞ്ഞം അന്തർദേശീയ തുറമുഖം വളർച്ചയുടെ പാതയിലൂടെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വിഴിഞ്ഞം UDFന്റെ കുഞ്ഞാണ്, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞാണ് എന്നൊക്കെയാണ് വാദങ്ങൾ നടക്കുന്നത്. അതിനെ എതിർത്ത് CPM രംഗത്തുണ്ട്. ശരിക്കും ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താണ്? ഈ പ്രൊജക്റ്റിനെ കൃത്യമായി അടുത്തെറിഞ്ഞൊരു വ്യക്തി കൂടിയാണല്ലോ. രാഷ്ട്രീയം പിടിക്കാതെ നോക്കുകയാണ് എങ്കിൽ ഈ വിഴിഞ്ഞം എന്നത് ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞാണോ? വിഴിഞ്ഞം പോർട്ടിന് ആർക്കെങ്കിലും അതിന് ക്രെഡിറ്റ് നമ്മൾ കൊടുക്കണമെങ്കിൽ അതിന് അർഹതയുള്ളത് മുൻ മിനിസ്റ്റർ MV രാഘവൻ സാറിനാണ്. കാരണം 45കളിൽ ഇത് പദ്ധതി ഇട്ട് ആ പദ്ധതി അത് വേറൊരു സ്റ്റോറിയാണ്. 20കളിൽ 1920s ഞാനത് വായിച്ചറിവാണ്, തെറ്റാണെങ്കിൽ പ്രേക്ഷകർ ക്ഷമിക്കുക, വായിച്ചറിവാണ്. അതായത് 1920 റീജൻ മഹാറാണി ചുമതല ഏറ്റുകഴിഞ്ഞ് 21-ലാണെന്ന് തോന്നുന്നു. റീജൻ മഹാറാണി ചുമതല ഏറ്റുകഴിഞ്ഞ് മദ്രാസ് റെസിഡൻസി അവരുടെ അടുത്ത് പറയുകയുണ്ടായി, കൊച്ചിയിൽ ഒരു പോർട്ട്, വെല്ലിംഗ്ടൺ സാഹിബ് ഒരു പോർട്ട് നിർമ്മിക്കണം എന്ന് പറയുന്നു. അതിന് 10 ലക്ഷം രൂപ വേണ്ടി വരും. അപ്പോൾ അത് കൊച്ചിയിൽ കുടുംബത്തിന് ഒരു സമ്പദ് വ്യവസ്ഥ ശരിയാവുന്നില്ല അത് കൊടുക്കാനായിട്ട്, അത് മുതൽ മുടക്കാനായിട്ട് എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി തിരുവിതാംകൂർ കുടുംബമാണ് മുതൽ മുടക്കി 10 ലക്ഷം രൂപ അന്ന്. അത് മുതൽ മുടക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് വേണം നമുക്ക് കരുതാനായിട്ട്. ഈ വിഴിഞ്ഞം പോർട്ട് 45 ഇത് പദ്ധതി ഇടുകയും, കാരണം ഇതൊരു പദ്ധതി എന്ന് പറഞ്ഞാൽ ഇത് നമുക്കൊരു നാച്ചുറൽ ബെനിഫിറ്റാണ്. 20 മീറ്റർ താഴ്ചയിൽ, 16 തൊട്ട് 20 മീറ്റർ താഴ്ചയിൽ ഒരു ഒബ്സ്ട്രക്ഷനും ഇല്ല. അപ്പോൾ അത് ഉപയോഗിച്ച് ഒരു പോർട്ട് നിർമ്മിക്കാം എന്നുള്ള 45കളിലുള്ള ഒരു ഇനിഷ്യേറ്റീവ് അത് വേണ്ട എന്ന് വെക്കാൻ പ്രധാന കാരണം കൊച്ചിയിൽ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് 31 FACTയും 32 കാലത്ത് 1932 കാലഘട്ടത്തിൽ FACTയും ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസും ഇന്ത്യൻ അലുമിനിയം കമ്പനിയൊക്കെ ഏലൂർ കൊണ്ടുവച്ച്, തിരുവിതാംകൂറിൻ്റെ ഭാഗമായ കൊച്ചിയുടെ അടുത്തുള്ള അവിടെ കൊണ്ടുവച്ച്. അതുകൊണ്ട് തന്നെയാണ് പിൽക്കാലത്ത് FACTയോടനുബന്ധിച്ച് റിഫൈനറി വന്നതുമൊക്കെ അങ്ങനൊരു പ്രവണത ഉണ്ട് തന്നെയാണ്. എന്തായാലും ശരി, ഈ വിഴിഞ്ഞം പോർട്ട് ഒരു അടഞ്ഞ അധ്യായമായി കിടക്കുമ്പോൾ 97-98 കാലഘട്ടത്തിൽ ഇത് പൊക്കിയെടുക്കുകയും പിന്നെ AK ആൻ്റണി സാറിൻ്റെ കാലഘട്ടത്തിൽ ഇത് പൊക്കിയെടുത്ത് അദ്ദേഹം AK ആൻ്റണിയും തിരുവനന്തപുരത്തിന് വേണ്ടി ശരിക്കും ഒരു താല്പര്യമുണ്ടായിരുന്ന വ്യക്തിയാണ്. കാരണം തിരുവനന്തപുരം നഗര റോഡ് വികസന പദ്ധതിയും അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യം കൊണ്ട് മാത്രമാണ് വന്നത്. അത് വളരെ ക്ലിയറാണ്. അത് ഇൻഫാക്റ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് MLA-മാരൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്, ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അദ്ദേഹം ആണ് ഈ MV രാഘവൻ സാറിനെ കൊണ്ടിത് പ്രോത്സാഹിപ്പിച്ച് ഈ വിഴിഞ്ഞം പ്രോജക്റ്റ് റിവൈവ് ചെയ്തത്. അത് MV രാഘവൻ സാറ് റിവൈവ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇത് വരുമെന്ന് കരുതുന്നുണ്ട്? ഒരിക്കലുമില്ല. MV രാഘവൻ സാറ് റിവൈവ് ചെയ്തപ്പോൾ അതിന് കൂടെ നിൽക്കാനായിട്ട് സിംഗപ്പൂർ പോർട്ടിൻ്റെ CEO ആയിരുന്നു തോന്നുന്നു എനിക്ക്, ഡോക്ടർ ജയകുമാർ, അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ ആക്റ്റീവായിട്ട് ഇതിൻ്റെ കൂടെ. ഇവർ രണ്ടുപേരും കൂടാണ് ഇതിനെ ശരിക്കും പൊക്കിക്കൊണ്ടത്. അപ്പോൾ ശരിക്കും ക്രെഡിറ്റ് ഇവർക്ക് രണ്ടുപേർക്കുമാണ് പോകേണ്ടത്. പിന്നെ കേരളമല്ലേ എന്ത് പ്രോജക്റ്റ് കൊണ്ടുവന്നാലും അതിൽ എനിക്കെന്ത് കിട്ടും എന്നുള്ളൊരു ചോദ്യമാണ്. അത് എല്ലാവർക്കും വഴിയെ പോകുന്ന എല്ലാവരുടെയും ചോദ്യം അതുമാണ്. ശരി, വിഴിഞ്ഞം പ്രോജക്റ്റ് അതിൽ എനിക്കെന്ത് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ ഇത് തടസ്സപ്പെടുത്താൻ ഒരുപാട് പേര് ശ്രമിക്കും. ആ തടസ്സങ്ങളെല്ലാം പലരും തടസ്സങ്ങൾ ഉണ്ടാക്കിയിട്ട് തടസ്സങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കും. ചിലർ തടസ്സങ്ങൾ ഉണ്ടാക്കും, ചിലർ തടസ്സങ്ങൾ ഒഴിവാക്കാൻ നോക്കും. അപ്പം ഈ ഒരു പ്രോജക്റ്റ് സിറ്റിംഗ് ഇൻ ദ ഫെൻസ് എന്ന് പറയും. അതായത് വാക്കിംഗ് എ ടൈറ്റ് റോപ്പ് എന്നുള്ള പോലെ ഇതിങ്ങനെ നാളെ നിന്ന് പോകും, ഇന്ന് നിന്ന് പോകും എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ ഈ പ്രോജക്റ്റിനെ ശരിക്കും വേറെ ആർക്കെങ്കിലും ക്രെഡിറ്റ് കൊടുക്കണമെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഇത് പിണറായി വിജയന് മാത്രമേ കൊടുക്കൂ. കാരണം എല്ലാ ഘട്ടത്തിലും ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല.
എല്ലാ ഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഇൻവോൾവ്മെന്റ് കാരണമാണ്. പക്ഷേ കടൽക്കൊള്ള എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ മുന്നിലുണ്ട്, എന്നിട്ടും പിണറായിക്ക് ക്രെഡിറ്റ് കൊടുക്കണോ? ഇത് കടൽക്കൊള്ള എന്നൊക്കെയാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. അദാനി ഏറ്റെടുക്കുമ്പോഴേ CPM പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിന് കടൽക്കൊള്ള എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ടീമാണ്. അപ്പോൾ പിണറായിക്ക് പിന്നെ എങ്ങനെയാണ് സാറേ ഈ ക്രെഡിറ്റ് കൊടുക്കുന്നത്? അല്ല, അതൊക്കെ ഒരു പൊളിറ്റിക്കൽ പൊസിഷനിങ് മാത്രമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ബ്ലെസ്സിങ്സോട് കൂടിയാണ് ഇത് മുമ്പോട്ട് പോയത്, യാതൊരു സംശയവുമില്ല കാര്യത്തിൽ. ഇപ്പോൾ അദ്ദേഹം ഒപ്പോസിഷനിൽ ഇരിക്കുന്ന കാരണം ഇത് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. കാരണം ഇപ്പോൾ അതിലേക്ക് വരികയാണെങ്കിൽ ഞാൻ ഇത് പറയാം. പിന്നെ വേറൊന്ന് ഇതിനകത്തുള്ളത്, വിഴിഞ്ഞം പ്രോജക്റ്റ് വന്നത് 2002-2004 കാലഘട്ടത്തിലാണ് വിഴിഞ്ഞം പ്രോജക്റ്റ് ആക്റ്റീവായിട്ട് ബിഡ് പ്രോസസ്സിലേക്ക് പോകുന്നത്. ആ പ്രോസസ്സിലേക്ക് പോയി 2013-14 വരെയൊക്കെ ഇത് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എന്നിങ്ങനെ കിടന്നുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഇത് വിഴിഞ്ഞം വന്നേ പറ്റൂ എന്നൊരു തീരുമാനമെടുത്തത് 2014-15 കാലഘട്ടത്തിൽ അത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് തന്നെയാണ്. അത് ഫോർച്ചുനേറ്റ്ലി ഒരു അൺഫോർച്ചുനേറ്റ്ലി അത് ശ്രീ നരേന്ദ്രമോദിയായി പ്രൈം മിനിസ്റ്റർ എന്നുള്ളത് നമുക്കറിയില്ല എന്തുകൊണ്ടാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് മാത്രമാണ് ഇത് വരും എന്നുള്ള തീരുമാനം. പിന്നെ വരും കാരണം അത് ഇന്ത്യക്ക് ആവശ്യമാണ്. കേരളത്തിനോ തിരുവനന്തപുരത്തിനോ എന്നുള്ളതൊക്കെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടി വരുന്നില്ല. ഇന്ത്യക്ക് വിഴിഞ്ഞം ആവശ്യമാണ്. വിഴിഞ്ഞത്തെ പോലെ ഒരു 5-8 പോർട്ടിന് ഇനി ഇന്ത്യയിൽ പൊട്ടൻഷ്യലുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിഴിഞ്ഞം എന്ന് അദ്ദേഹം വേണമെന്ന് പറഞ്ഞു. പിന്നെ അത് നടപ്പാക്കാനായിട്ട് ബാക്കിയുള്ളവർ സഹായിച്ചത് തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ പോലാണ്. അതിൽ തീർച്ചയായിട്ടും LDF സർക്കാരിൻ്റെ ശ്രീ പിണറായി വിജയനൊരു കൈയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് അപ്രോച്ച് തന്നെയാണ് അത് യാഥാർത്ഥ്യമാകാൻ സഹായിച്ചത്. പക്ഷേ സാറേ അതല്ല സാറേ, പക്ഷെ അത് കരാർ ഒപ്പിട്ടത് ഈ അദാനിയുമായിട്ട് കരാർ ഒപ്പിടുന്നത് ഉമ്മൻചാണ്ടി ആയിരുന്നല്ലോ 2015 ഓഗസ്റ്റിൽ. അന്ന് അദ്ദേഹം ആ ശ്രമം നടത്തിയിരുന്നില്ല എങ്കിൽ പിന്നീട് ഈ കാണുന്നതൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ. അതല്ലേ ഞാൻ പറയാം. അപ്പം ഉമ്മൻചാണ്ടി സാർ അതിലെന്ത് ചെയ്തു എന്നുള്ളത് ഞാനത് പ്രത്യേകിച്ച് അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഇറ്റ് വാസ് എ സെൻട്രൽ ഗവൺമെൻറ് ഡിസിഷൻ ആ ഒരു പ്രോട്ട് വരണം എന്നുള്ളത്. അതിൻ്റെ പുറകിൽ വേറൊരു ഇതുണ്ട്. ഇനി കുറച്ചും കൂടെ അങ്ങോട്ട് പോവാം. ഇത് പോർട്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പോർട്ടിൻ്റെ സൈൻ ചെയ്ത് കഴിഞ്ഞാണ് എൻവയൺമെൻറ്റൽ ക്ലിയറൻസ് കിട്ടുന്നത്. അപ്പോൾ എൻവയൺമെൻറ്റൽ ക്ലിയറൻസ് യാതൊരു കാരണവശാലും കിട്ടാൻ വഴിയില്ല എന്നുള്ള ഒരു വാർത്ത ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒപ്പിട്ടു എന്ന് വെച്ച് കാര്യമൊന്നുമില്ല. അവസാനം അത് എൻവയൺമെൻറ്റൽ ക്ലിയറൻസ് കിട്ടണമല്ലോ, എന്നാലേ മുമ്പോട്ട് പോവുള്ളൂ. പിന്നെ അത് തടസ്സപ്പെടുത്താൻ നോക്കുമ്പോൾ അത് ഓവർകം ചെയ്ത് തീർച്ചയായിട്ടും അതാണ് അതിൻ്റെ ക്രൂഷ്യൽ. ഞാനത് കാണുന്ന ക്രൂഷ്യൽ. ഇപ്പോൾ ഒപ്പിട്ടു എന്ന് വെച്ചിട്ട് അത് യാഥാർത്ഥ്യമാകുന്നില്ല. പണി തുടങ്ങിക്കഴിഞ്ഞ് അത് നിർത്തുവാനുള്ള നമ്മുടെ കേരളത്തിലാണുള്ള പ്രശ്നം. അടച്ചു പൂട്ടിപ്പിക്കുവാനുള്ള എന്തെങ്കിലുമൊക്കെ നടക്കുമ്പോഴാണ് അത് ഓവർകം ചെയ്യുന്നതാണ് അതിൽ വളരെ ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ തന്നെ തൂത്തുക്കുടിയിലുണ്ടായത് നമുക്കറിയാമല്ലോ. തൂത്തുക്കുടി ഇതുപോലുള്ള സമരങ്ങളൊക്കെ നടന്നിട്ട് അവസാനം അത് വൈൻഡപ്പ് ചെയ്യേണ്ടതായിട്ട് വന്നല്ലോ. അപ്പോൾ അതുപോലെ ഇത് നടന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ വിഴിഞ്ഞത്ത് MSCയുടെ നിക്ഷേപം 13,000 കോടിയുടെ നിക്ഷേപം വന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ ഈ അതിനെയും CPM എതിർത്ത് രംഗത്ത് വരുന്നൊരു കാഴ്ച കണ്ടു. പക്ഷേ സതീശൻ സർക്കാർ ഈ വിഴിഞ്ഞം പോർട്ടുമായി ചേർന്ന് കൂടുതൽ വികസനം വരാനുള്ള കാഴ്ചപ്പാടുകളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. സാറേ, ഇപ്പോഴത്തെ സർക്കാരിൻ്റെ ഈ വിഴിഞ്ഞവുമായുള്ള ഒരു നിലപാടിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇപ്പോൾ സർക്കാർ ഇപ്പം VD സതീശൻ CM പറഞ്ഞിരിക്കുന്നത് ഇത് സർക്കാർ അതൃപ്തരാണ്, ഞങ്ങളെ അറിയിച്ചില്ല എന്നൊക്കെ. കൺസെഷൻ അഗ്രിമെൻറ്റ് പൂർണ്ണമായി നമുക്കറിയില്ല എന്താണ് കൺസെഷൻ അഗ്രിമെൻറ്റ്. പക്ഷേ കൺസെഷൻ അഗ്രിമെൻറ്റിലൊക്കെ സാധാരണ ഇതൊരു ഫോർമാറ്റാണ് ഫോളോ ചെയ്യുന്നത്. FIDIC എന്ന് പറയും. FIDIC FIDICയുടെ ഫോർമാറ്റാണ് കൺസെഷൻ അഗ്രിമെൻറ്റ് ജനറലായിട്ട് ഫോളോ ചെയ്യുന്നത്. അതിൻ്റെ ഫോർമാറ്റിലാണെങ്കിൽ ഇതിനെല്ലാം വ്യക്തമായിട്ടുള്ള രൂപരേഖയുണ്ട്, മാർഗനിർദ്ദേശങ്ങളുണ്ട്. ആ മാർഗനിർദ്ദേശങ്ങൾ ഒരു പർട്ടിക്കുലർ ഫ്രെയിം വർക്ക് എന്ന് പറയും. ആ ഫ്രെയിം വർക്കിനകത്താണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇത് വേൾഡ് ബാങ്കും യുണൈറ്റഡ് നേഷൻസും ഒക്കെ അപ്രൂവ് ചെയ്ത ഇതാണ്. അത് പ്രകാരമേ കൺസെഷനെയറിന് കോൺട്രാക്ടർ എന്നല്ല പറയുന്നത്. ഈ PPP പ്രോജക്റ്റിന് കൺസെഷനെയർ എന്നാണ് പറയുന്നത്. അദാനി കൺസെഷനെയറാണ്. ആ കൺസെഷനെയർക്ക് എന്ത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ അതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിരിക്കും. അപ്പം ഒരു കൺസെഷനെയറും അത് പറഞ്ഞിരിക്കുന്നതിന് വിപരീതമായിട്ട് പോകില്ല, അത് പോകാൻ പറ്റില്ല.
കാരണം പല കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഇപ്പോൾ ഒരു ക്ലോസ് വയലേറ്റ് ചെയ്താൽ അതിൻ്റെ ഇമ്പാക്റ്റ് വേറെ ഒരുപാട് ക്ലോസസിൽ വരും, പെർഫോമൻസ് ക്ലോസസിൽ വരും, അവർക്ക് പ്രവർത്തിക്കാൻ വയ്യാതാകും. അപ്പോൾ അങ്ങനെ ഇങ്ങനെ സർക്കാരിന് തോന്നുകയാണ് അവരെ അറിയിക്കണമായിരുന്നു, നിയമപ്രകാരം കൺസെഷൻ അഗ്രിമെൻ്റ് പ്രകാരം അറിയിക്കണമായിരുന്നു, അറിയിച്ചില്ല എന്നുണ്ടെങ്കിൽ സർക്കാർ വേണ്ടത് എന്താണ്? നോട്ടീസ് ടു റെക്ടിഫൈ എന്ന് പറഞ്ഞ് കൊടുക്കാം. ആ നോട്ടീസ് ടു റെക്ടിഫൈ 30 ദിവസത്തിനകത്ത് ഇതെന്തുകൊണ്ട് നിങ്ങൾ വയലേറ്റ് ചെയ്തു എന്ന് നോട്ടീസ് കൊടുക്കുക. അല്ലാതെ ചുമ്മാ ഇങ്ങനെ പത്രപ്രസ്ഥാനം നടത്തിയിട്ട് കാര്യമില്ല. ഇവർ കൊള്ളക്കാരാണ് എന്ന് പറഞ്ഞാൽ ആ കൊള്ളക്കാർ നേരത്തെ അറിയാവുന്നതാണല്ലോ. അത് എഗ്രിമെൻറ്റിൽ എന്താ ഉള്ളത് അത് പ്രകാരമാണോ നോക്കുക. അത് പ്രകാരം അല്ലെങ്കിൽ തീർച്ചയായിട്ടും നോട്ടീസ് റെക്ടിഫൈ കൊടുക്കാം. നോട്ടീസ് റെക്ടിഫൈ കൊടുത്താൽ നമുക്കൊരു ടൈം ലിമിറ്റ് കൊടുക്കാം, അതിനകത്ത് റെക്ടിഫൈ ചെയ്യണം. അപ്പം ഞങ്ങളെ അറിയിച്ചില്ല എന്നുള്ളതാണെങ്കിൽ ഞങ്ങളെ എന്തുകൊണ്ട് അറിയിച്ചില്ല എന്ന് 15 ദിവസത്തിനകത്ത്, ഒരാഴ്ച 15 ദിവസം കൊടുക്കാം. അതിൻ്റെ റെക്ടിഫിക്കേഷൻ റീസൺ തരാം. അത് കഴിഞ്ഞിട്ട് ആ റീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ 30 ദിവസത്തിനകത്ത് റെക്ടിഫൈ ചെയ്യുക. അപ്പോൾ അവർ പറയുകയാണ് ഞങ്ങൾ അറിയിച്ചു, ഞങ്ങളെ അറിയിച്ചിരുന്നു, നിങ്ങൾ നോക്കാത്തതാണ് എന്ന് പറഞ്ഞാൽ അതിന് പ്രൂഫ് കൊടുക്കണം. പ്രൂഫ് കൊടുത്തിട്ട് പിന്നെ അവരുടെ കുഴപ്പമില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രൂഫ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർ കുഴപ്പക്കാരാണെന്നുണ്ടെങ്കിൽ തന്നെ സർക്കാരിന് ഡിമാൻഡ് ചെയ്യാം, ഈ പിന്നെ MSCയുമായിട്ടുള്ള എഗ്രിമെൻറ്റ് ക്യാൻസൽ ചെയ്യണം, എന്നിട്ട് ഒന്നേന്നത് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ CPM പറയുന്നതിൽ കുറച്ച് വസ്തുതകളുണ്ട് എന്നാണല്ലേ? ഇതൊക്കെ നമ്മളെ പോലുള്ള സാധാരണക്കാരെ പറഞ്ഞ് ഇളക്കാനും കബളിപ്പിക്കാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ഇതൊക്കെ സ്ട്രാറ്റജിക് പൊസിഷനിങ് എന്ന് പറയും, പോസ്ചറിങ് എന്ന് പറയും. പോസ്റ്ററിങ് ആണ്, അതിൽ കൂടുതലായിട്ട് കണക്കാക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ വ്യക്തമായിട്ടുള്ള എഗ്രിമെൻറ്റ്സ് ഉള്ള ഇത്രയും വലിയ കോടിക്കണക്കിന് പിന്നെ 8,000 crores 8,000 കോടിയുടെ 10,000 കോടിയുടെയൊക്കെ പ്രോജക്റ്റ് ഇങ്ങനെ ചുമ്മാ തോന്നിവാസം ചെയ്യും, ഒരിക്കലും ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഇതിലും ഈ നമ്മൾ നേരത്തെ തിരുവനന്തപുരം എയർപോർട്ടിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഈ വിഴിഞ്ഞം തുറമുഖത്തിലും അത് ശരിക്കും അങ്ങോട്ട് പദ്ധതി യാഥാർത്ഥ്യമാകണ്ട എന്ന് ഒരു ലോബി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ സാറിന്? അങ്ങനെ ഒരു സംശയമുണ്ടോ? ഉണ്ടല്ലോ. ദുബായ് പോർട്ട് ഇപ്പം അവരുടെ പേരെടുത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ കൊച്ചിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ടാണല്ലോ, അവർ മോശക്കാരെന്ന് ഞാൻ പറയുകയല്ല. പക്ഷേ സ്ട്രാറ്റജിക്കലി ഒരു ബിസിനസ്സല്ലേ, അപ്പോൾ ബിസിനസ്സിൽ നമുക്കൊരു കോമ്പറ്റീഷൻ, പിന്നെ നമുക്ക് ഒരു ഓവർകം ചെയ്യാൻ പറ്റാത്തൊരു കോമ്പറ്റീഷൻ വന്നാൽ അത് ഭീതി ഉളവാക്കുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അതിന് എഗൻസ്റ്റായിട്ട് നമ്മൾ പ്രവർത്തിക്കും. അതൊരു മാർക്കറ്റ് ഡൈനാമിക്സ് ആണ്, അതിൽ കുറ്റമൊന്നും കാണണ്ട. അങ്ങനെ ലോബിയുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അത് അതിജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ കഴിവ്. ഓക്കെ, ഈ വിഴിഞ്ഞം പദ്ധതി അല്ലെങ്കിൽ തുറമുഖം യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ ഈ തിരുവനന്തപുരം സാർ തന്നെ സൂചിപ്പിച്ചു പലരും സിംഗപ്പൂർ പോലെയൊക്കെ ആകുമെന്ന്. അതിനുള്ള സാധ്യത നിലവിലുണ്ടോ നമ്മുടെ ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ? ജോഗ്രാഫിക്കലി നമ്മുടെ സിറ്റിക്ക് നല്ല പൊട്ടൻഷ്യലുണ്ട്, സിംഗപ്പൂർ പോലെ ആകാനുള്ള പൊട്ടൻഷ്യലുണ്ട്. ഞാൻ ഈ റോഡ് പ്രോജക്റ്റ് ചെയ്തുകൊണ്ട് പറയുകയാണ്, തിരുവനന്തപുരത്ത് പലതും ചെയ്യാം, കേരളത്തിൽ പലതും ചെയ്യാം. കേരളത്തിൻ്റെ ഗുണം അവിടെയാണ്, പക്ഷേ ആ ഗുണം നമുക്ക് ശരിക്കും പറഞ്ഞാൽ 1% പോലും ഉപയോഗിക്കുന്നില്ല. നമ്മുടെ ആൾക്കാരെ നല്ല നേതാക്കന്മാരുണ്ടെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് മാറണം. ഇപ്പം ഞാൻ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നേരത്തെ ഞാനൊരു ഊച്ചാളി എന്നുള്ള വാക്ക് ഉപയോഗിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈഞ്ചക്കൽ ബൈപ്പാസ്, അതുപോലെ ഇല്ലെങ്കിൽ നമ്മുടെ കിഴക്കേക്കോട്ടയിലെ ഈ കാവോസ്, അവിടുത്തെ ഈ എന്താ പറയുന്നത് ഗോഷ്ഠികൾ നമ്മൾ കാണിക്കുന്നത്, ഇതൊക്കെ കാണുമ്പോഴാണ് ഞാൻ നല്ല എക്സാമ്പിൾസാണ്. നമ്മുടെ നേതാക്കന്മാർ ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കണം, അതാണ് നേതാക്കന്മാരുടെ ജോലി. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ നിയമങ്ങളുണ്ട്, ആ നിയമങ്ങൾ ഉപയോഗിച്ച് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കണം. അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ തിരുവനന്തപുരത്ത് ചെയ്യാം. ഇപ്പോൾ റോഡ് പ്രോജക്റ്റ് ചെയ്യുമ്പോൾ, ഇപ്പം ഒരു ചെറിയ ഉദാഹരണം പറയുകയാണ്, എൻ്റെ അടുത്ത് പിന്നെ നമ്മുടെ പഴയ മേയർ ഉൾപ്പെട്ട ഒരു ഇഷ്യൂ വന്നു. അവിടെ ഞങ്ങൾ ഹാൻഡ് റെയിൽ വെച്ചിട്ടുണ്ട്. ഹാൻഡ് റെയിൽ ഒരു ജംഗ്ഷനിൽ ഹാൻഡ് റെയിൽ കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പം ഈ അവിടെ ഒരു കടക്കാരന് ആൾക്കാരിങ്ങനെ നേരിട്ട് വന്ന് കടയിൽ കയറണം, വളവിലിരിക്കുന്ന കടയാണ്. അയാൾ ഈ ഹാൻഡ് റെയിൽ അങ്ങ് മുറിച്ചു. നമ്മൾ അയാൾക്ക് എങ്ങനെയായിട്ട് കേസെടുത്തു. ആ കേസെടുത്തപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങളടുത്ത്
ഞങ്ങൾ പോലീസ് കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് ഞങ്ങളത് തിരിച്ചു വെച്ച് കഴിഞ്ഞിട്ട് വെൽഡ് ചെയ്ത് വെച്ചു. 3-4 ദിവസം കഴിഞ്ഞപ്പം പിന്നെയും പൊട്ടി അത് അയാൾ കട്ട് ചെയ്തപ്പോഴത്തേക്ക് ഞങ്ങൾ തിരിച്ച് പിന്നെ അത് പുള്ളിക്ക് അഗൻസ്റ്റായിട്ട് ഞങ്ങൾ സീരിയസ് ആയിട്ട് ആക്ഷൻ എടുക്കുമെന്ന് പറഞ്ഞ് ചെല്ലുമ്പോഴത്തേക്ക് കോർപ്പറേഷനിൽ നിന്ന് ഒരാൾ എന്നെ വിളിച്ച് പറയുകയാണ്, അത് മേയറുടെ കോൺസ്റ്റിറ്റ്യുവൻസിയാണ്, അത് ഒന്നും ചെയ്യരുത്. ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ എന്ത് വേണേൽ ചെയ്ത് എഴുതി തരാൻ പറഞ്ഞു. അപ്പം മേയർക്ക് അങ്ങനെ ഉടക്കി നിൽക്കാൻ താല്പര്യമില്ല, പക്ഷേ നല്ലൊരു റീസൺ വേണം. അപ്പോൾ ഞങ്ങൾ ഈ റീസൺ മേയറെ കൊണ്ട് കാണിച്ചു, ഇതൊക്കെയാണ് റീസൺ, ചെയ്യാൻ പാടില്ല. നാളെ ഒരു കൊച്ചു കുട്ടി നമ്മൾ ഈ ഹാൻഡ് റെയിൽ വെക്കുന്നത് കോൺഫ്ലിക്റ്റ് ഒഴിവാക്കുക എന്ന് പറയും. ആ കോൺഫ്ലിക്റ്റ് ഒഴിവാക്കാനായിട്ടാണ്. പെഡസ്ട്രിയൻ പാത്തിൽ നിന്ന് ആരെങ്കിലും അറിയാതെ റോഡിലേക്ക് ഇറങ്ങാൻ പാടില്ല വളവിൽ, ആ ജംഗ്ഷനിൽ. അതൊരു നിയമമാണ്. ആ നിയമം നമുക്ക് നടപ്പാക്കിയേ പറ്റൂ. നേരത്തെ ഞാൻ പിന്നെ അദാനി പോർട്ടിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇത് കൺസെഷൻ എഗ്രിമെൻ്റാണ്. ആ കൺസെഷൻ എഗ്രിമെൻറ്റിൽ ഞങ്ങളിത് ഫോളോ ചെയ്തിരിക്കണം. അതിന് ഒരു വ്യത്യാസവും വരാൻ പാടില്ല. നാളെ അവിടെ ഏതെങ്കിലും ഒരു കുഞ്ഞ് പെട്ടെന്ന് റോഡിലേക്ക് ഇറങ്ങി ഒരു കാറ് തട്ടി ഒരു അപകടം ഉണ്ടാകുകയാണെങ്കിൽ അതിന് ഉത്തരവാദി ഞാനാണ്, ഞാൻ MD എന്നുള്ള നിലയിൽ. ആ ഉത്തരവാദിത്വം നിലനിൽക്കെ എനിക്ക് ഇതിൽ നിന്ന് കിട്ടേണ്ട പിന്നെ റിട്ടേൺസ് തരാതിരിക്കാൻ സർക്കാരിന് അവകാശമുണ്ട്. എൻ്റെ റിട്ടേൺസ് പിന്നെ സർക്കാർ തരാതിരുന്നാൽ എൻ്റെ ബാങ്കിന് എൻ്റെ റീപേയ്മെൻറ്റ്സ് മുടങ്ങും. ബാങ്കിന് റീപേയ്മെൻറ്റ്സ് മുടങ്ങും എന്ന് തോന്നിയാൽ ബാങ്കിന് കംപ്ലീറ്റ് അക്കൗണ്ട്സ് വിത്തൗട്ട് ഇൻറ്റിമേഷൻ ഫ്രീസ് ചെയ്യാനുള്ള അവകാശമുണ്ട്. എവിടെ പോവും? ഒരു ചെറിയൊരു ഹാൻഡ് റെയിൽ ഇഷ്യൂ വെച്ചിട്ട് ഇത്രയും കാസ്കേഡ് ചെയ്ത് വരുന്ന ഇഷ്യൂസാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് അദാനിക്കും അതിനകത്തുണ്ട്. അദാനി ചുമ്മാ ഇങ്ങനെ ഒരു ദിവസം തോന്നിയ എന്നാൽ MSCയുമായിട്ട് ജോയിൻ ചെയ്ത് കളയാമെന്നും പറഞ്ഞ് ചുമ്മാ അങ്ങനെ പോകുന്നില്ല. അതൊക്കെ അവരൊക്കെ വളരെ പ്രൊഫഷണൽസാണ്. അപ്പം അതുപോലെ ഞാൻ ഇത് പറഞ്ഞപ്പോൾ മേയർക്ക് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലായി. മേയർ അത് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പോസ്റ്ററിങ് ഭയങ്കരമായിട്ട് ആർഗ്യുകയൊക്കെ ചെയ്തെങ്കിലും അതിനെപ്പറ്റി പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ആ ഹാൻഡ് റെയിൽ വെച്ചിട്ട് പോയി. അതുപോലെ തന്നെ വേറൊരു മന്ത്രി പിന്നെ PWD മന്ത്രി ഞങ്ങൾ ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വന്ന് ഞങ്ങളവിടെ നിൽക്കുമ്പോൾ അവിടുത്തെ അഫക്റ്റഡ് ആയിട്ടൊരു പാർട്ടി വന്നിട്ട് ഭയങ്കര കരച്ചിലും ബഹളമൊക്കെയാണ് എൻ്റെ മുമ്പിൽ വെച്ച്. എന്നിട്ട് എന്നെ അറിയില്ല, അദ്ദേഹം എന്നെപ്പറ്റി ഒരുപാട് ചീത്തയൊക്കെ പറഞ്ഞു. അയാൾ മറ്റേയാണ്, മറിച്ചാണ്, മുസടനാണ്. അപ്പം ഞാനത് കേട്ടോണ്ട് ഞാനൊന്നും മിണ്ടിയില്ല. പോയി കഴിഞ്ഞിട്ട് ഈ മന്ത്രി എൻ്റെ അടുത്ത് ചോദിച്ചു എന്താ പ്രശ്നം. ഞാൻ പറഞ്ഞു ഇതാണ് പ്രശ്നമായിട്ട് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പുള്ളി കുറച്ച് നേരം ആലോചിച്ചിട്ട് കുറേ കൂടെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു, എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ശരി നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ. ഞാൻ പറഞ്ഞു മന്ത്രി എല്ലാം പരിഹരിക്കാമെന്ന് പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ അടുത്ത്, അപ്പോൾ എന്ത് ചെയ്യും? ആ വാക്കിൻ്റെ വില പോയി. പുള്ളി അത് കുഴപ്പമൊന്നുമില്ല, അതെൻ്റെ ജോലിയാണ് അത് കൈകാര്യം ചെയ്തത്. അവിടാണ് ആ വ്യത്യാസം. അങ്ങനെയുള്ള നേതാക്കന്മാർ നമുക്ക് വേണം. അപ്പോൾ അതുപോലെ തിരുവനന്തപുരത്തിന് നമുക്ക് ഒരു നല്ല നേതൃനിര ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വ്യത്യാസം വരുത്തും. ഇപ്പോൾ തിരുവനന്തപുരം നഗര റോഡ് വികസന പദ്ധതി ചെയ്യുമ്പോഴത്തേക്ക് ഞങ്ങൾ ആദ്യം കവടിയാർ റോഡ് ഉണ്ടായി. അത് ഭയങ്കര എതിർപ്പായിരുന്നു. കാരണം എതിർപ്പ് എന്താണ്? പാർട്ടികളെല്ലാം അണികളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നു ഇതിൽ ഒരുപാട് കറപ്ഷനുണ്ട്, ഒരുപാട് അഴിമതി ഉണ്ട്, ഒരുപാട് പേര് പോക്കറ്റിൽ ഒരുപാട് പൈസയാക്കിയിട്ടുണ്ട്. പൈസ ഒന്നും നമുക്ക് തന്നിട്ട് പോലുമില്ല. അപ്പോഴാണ് ഈ പറയുന്നത്. ഇപ്പം എല്ലാത്തിനും ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ ഒരു റോഡ് പിന്നെ ആശാൻ സ്ക്വയർ റോഡ് എയർപോർട്ട് വരെയുള്ള റോഡ് നമ്മൾ പണി തുടങ്ങിക്കഴിഞ്ഞു. അത് നമ്മൾ ബുദ്ധിമുട്ടാണെങ്കിലും ചെയ്ത് വരികയാണ്. പക്ഷേ റെസിസ്റ്റൻസ് ഒരുപാട് വന്നപ്പം ഞങ്ങൾ ഡിസൈഡ് ചെയ്തു, അഥവാ എനിക്ക് തോന്നി നമുക്കൊരു വ്യത്യാസം വേണം. അപ്പോൾ അന്ന് ഭാഗ്യത്തിന് ബാബു ജേക്കബ് സാറാണ് അന്ന് PWD സെക്രട്ടറി, പിൽക്കാലത്ത് ചീഫ് സെക്രട്ടറി ആദ്യം. അദ്ദേഹം പറഞ്ഞു നമുക്ക് ഒരു സാമ്പിൾ റോഡ് ഉണ്ടാക്കാമോ? ഞാൻ പറഞ്ഞു ഉണ്ടാക്കാം, നമുക്ക് കവടിയാർ റോഡ് ഉണ്ടാക്കാം. കവടിയാർ വേണ്ട, അതൊക്കെ ആൾക്കാർ പറയും അതൊക്കെ ഭയങ്കര ഇവിടുത്തെ സമ്പന്നരുടെ റോഡാണ്. ഞാൻ പറഞ്ഞു സാറേ അത് ഉണ്ടാക്കി അത് ഉപയോഗിക്കട്ടെ, ആൾക്കാർ ഉപയോഗിക്കട്ടെ. അപ്പോൾ സാറ് പറഞ്ഞു ശരി ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ കവടിയാർ റോഡ് നമ്മൾ, കാരണം അവിടെ റെസിസ്റ്റൻസ് കുറവ്, അതുകൊണ്ടാണ് ഞാൻ കവടിയാർ ചെയ്യാമെന്ന് പറഞ്ഞത്. വേറെ റെസിസ്റ്റൻസ് ഒന്നുമില്ല. എന്നിട്ട് തന്നെ പിന്നെ വെള്ളയമ്പലം രാജ്ഭവൻ സൈഡിൽ മൻമോഹൻ ബംഗ്ലാവ് വരെയുള്ള റോഡ് റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു മരസ്നേഹികളിൽ. അതുകൊണ്ട് ആ റോഡ് വൈഡൻ ചെയ്തിട്ടില്ല, ചെയ്യേണ്ടത്ര വൈഡൻ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് അവിടെ കൺജഷൻ. ബാക്കി
നമ്മൾ വെള്ളയമ്പലം തൊട്ട് കവടിയാർ വരെ, അഥവാ മൻമോഹൻ ബംഗ്ലാവ് തൊട്ട് കവടിയാർ വരെ ഞങ്ങൾ തീർത്തപ്പോഴത്തേക്ക് ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം അത് കണ്ടിട്ട് അതിനെപ്പറ്റി ഒരുപാട് എഴുതാൻ തുടങ്ങി. അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായി. ഒരുപാട് മാധ്യമപ്രവർത്തകർ എന്നെ അത് പിടിച്ചിട്ട് അതിൻ്റെ കാര്യം, അപ്പോൾ എനിക്ക് ഭയങ്കര ത്രില്ലായി. ഞാൻ അതിൻ്റെ ഓരോ ഫീച്ചറും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അപ്പോൾ അവർക്ക് ഏതാണ്ട് ഒരു 4-5 മാസം എഴുതാനുള്ള വക കിട്ടി ഓരോരുത്തർക്കും അതിനെപ്പറ്റി. അതൊരു ഒരു ഉത്സവമായി അങ്ങ് മാറി. അപ്പോൾ അതുപോലെ തിരുവനന്തപുരത്ത് നമുക്ക് ഇറങ്ങിത്തിരിച്ചാൽ ചെയ്യാം, ഇതിനെ സിംഗപ്പൂരാക്കി എടുക്കാം, യാതൊരു സംശയമില്ല. ഓക്കെ സാർ, ഞാൻ വീണ്ടും ദൂരദർശനോട്ട് പോകണം. ചർച്ചകളിൽ അന്ന് വീണ്ടും വിഷയം നമ്മൾ ചർച്ചയ്ക്കെടുത്തപ്പോൾ സാറ് പറഞ്ഞ ഓർമ്മയുണ്ട്, കേരളത്തിൽ നിക്ഷേപിക്കാൻ ആരും വരില്ല എന്ന്. ഈ നിക്ഷേപകർ വരില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ വിഴിഞ്ഞത്താണെങ്കിലും ലാൻഡ് വാല്യൂ കൂടുതലാണ്, അവിടെയും പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് മുടക്കാൻ പറ്റില്ല, അത്രത്തോളമാണ് അവിടെയുള്ള ആളുകൾ ഈ സ്ഥലത്തിന് വില പറയുന്നത് എന്ന്. എന്തുകൊണ്ടാണ് അതിലൊന്നും ഒരു സർക്കാരിന് കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഇല്ലാത്തത്? അവിടെയും ഒരു ലോബിയുടെ പ്രവർത്തനമുണ്ടോ? അല്ല, അതിപ്പം തിരുവനന്തപുരം ആയാലും കൊച്ചി ആയാലും ഞാനിതിൽ ഈ സർക്കാരുകൾ മാറി വന്ന സർക്കാരുകൾ ഇതിനെ നിക്ഷേപ സൗഹൃദ ഒരു സംസ്ഥാനമാക്കാൻ കൂടുതലൊന്നും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാ ഒന്നും ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് പറയുമ്പം ഇത് ഒരു ബാലിശമായ ഒരു ആർഗ്യുമെൻ്റ് ആണെന്ന് കരുതിയേക്കാം, പക്ഷേ അതാണ് സത്യം. ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒറ്റ വാക്കിൽ സായിപ്പിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇക്കോസിസ്റ്റം എന്നിപ്പോഴത്തെ ഒരു മോഡേൺ ടെർമിനോളജി ഉണ്ട്. ഇവിടെ അതിനുള്ള ഇക്കോസിസ്റ്റം ഇല്ല. അപ്പോൾ എന്താണ് ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത്? പല കാര്യങ്ങളുണ്ട്. ഇവിടുത്തെ ഈ സിസ്റ്റംസ്, കോർപ്പറേഷനായാലും സർക്കാരിൻ്റെ ആയാലും സിസ്റ്റംസൊക്കെ ഇപ്പോഴും വളരെ ഡിജിറ്റലാണ്, സൗഹൃദമാണെന്നൊക്കെ പറഞ്ഞാലും അതൊന്നും സൗഹൃദമൊന്നുമല്ല. ഡിജിറ്റൽ ഒരുപാട് ഇൻ്റർവെൻഷൻസ് വന്നിട്ടുണ്ട്. അത് ഒരു നല്ല പരിധി വരെ കറപ്ഷനും അഴിമതിയും കുറച്ചിട്ടുണ്ട്. അത് കേരള സംസ്ഥാനത്തിൻ്റെ മാത്രം ഒരു കഴിവല്ല, ഒരു നാഷണൽ ലെവലിലുള്ള ഒരു ഇതുണ്ട്. അതിപ്പം പിന്നെ സെൻട്രൽ ഗവൺമെൻറ് BJPയുടെ ആയത് നമ്മുടെ കഷ്ടകാലം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും കൂടെ ഇൻവോൾവ്മെൻറ്റ് ഉള്ളതുകൊണ്ടാണ്, അവരുടെ എൻകറേജ്മെൻറ്റും ഉണ്ട്, അതിൻ്റെ ഫണ്ടിങ്ങും ഉള്ളതുകൊണ്ടാണ് നമ്മുടെ കേരള സർക്കാർ അതിന് അനുസരിച്ച് ഉയർന്നിട്ടുള്ളത്. അപ്പം ഒരുപാട് മേഖലകളിൽ ഡിജിറ്റലൈസേഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് കുറേ വ്യത്യാസമുണ്ട്. പക്ഷേ ഇവിടെ എംപ്ലോയബിലിറ്റി, ആൾക്കാരെ കിട്ടുന്നത്, മാൻ പവർ എന്ന് പറയുന്നത് ക്വാളിറ്റി വളരെ മോശമാണ്. അതായത് ഒരു നിക്ഷേപിക്കുന്ന ഒരാൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് സിൻസിയറായിട്ട് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വേണം. അത് കേരളത്തിൽ കുറവാണ്. ഇവർക്ക് നോളജ് അസിമിലേഷൻ, ഞാൻ പണ്ട് ഇവിടെ പറയുകയുണ്ടായി, നമ്മുടെ ഡോക്ടർ ജയകുമാർ സാറും ഞാനും ഒരു വേദി പങ്കിടാനിടയായി പണ്ട്. അപ്പം അദ്ദേഹം ആ ഒരു സ്പീച്ചിൽ പറഞ്ഞത്, അദ്ദേഹം എൻ്റെ തീസിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, PhD ക്കാണോ എനിക്കറിയില്ല, അദ്ദേഹത്തിൻ്റെ തീസിസിൻ്റെ കാതൽ ഇത് ഈ നോളജ് അസിമിലേഷനും യൂട്ടിലൈസേഷൻ അതിനെപ്പറ്റിയുള്ളതായിരുന്നു. അപ്പോൾ പുള്ളി എല്ലാ സ്റ്റേറ്റ്സും നോക്കുമ്പം ഏറ്റവും കൂടുതൽ ലിറ്ററസിയുള്ള കേരളം, ഏറ്റവും കുറവ് ലിറ്ററസിയുള്ള ബീഹാർ. ഈ നോളജ് ഉപയോഗിക്കുന്നതിൽ, അതായത് വായിച്ചറിവ് ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതൽ ആരാണെന്ന് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബീഹാറാണ്, ഏറ്റവും കുറവ് കേരളമാണ്. അപ്പം വായിക്കാനും ഇങ്ങനെ കേൾക്കാനും കാണാനും ഒക്കെ ഉണ്ട്, അതിനു വേണ്ടി പ്രതികരിക്കാനും ഒക്കെ ഒരുപാട് ആഗ്രഹമുണ്ട്, ഒരുപാട് പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ എന്തിന് പ്രതികരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെസ്പോൺസ് വളരെ മോശം. അപ്പോൾ ഇത് നമ്മുടെ ഇവിടുത്തെ എംപ്ലോയബിലിറ്റിയെ ബാധിക്കുന്ന ഒരു വലിയ കാര്യമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരാളെ ഇൻ്റർവ്യൂ ചെയ്താൽ പുള്ളി ആദ്യം ചോദിക്കുന്നത്, സാറേ സാലറി എത്ര? ഫ്രഷ് ഗ്രാജുവേറ്റിനെ എടുക്കും. നമ്മൾ ഏത് മേഖലയിലായാലും പഠിച്ച് പാസ്സായി ഇറങ്ങി വന്ന ഉടനെ നമുക്ക് ശമ്പളം കൊടുക്കാൻ പറ്റും. നമ്മൾ നിയമിക്കുന്ന സെക്യൂരിറ്റി ഗാർഡിനെ അല്ലല്ലോ, നമ്മളല്ലാതെ നമ്മൾ നിയമിക്കുന്നത് എന്താ പറയണ്ടേ, വയസ്സായവരെ നോക്കാണ്ട് ഒരു നഴ്സിനെ പോലുള്ള ആളെ അല്ലല്ലോ. അതാണെങ്കിൽ അവിടെ അവർക്ക് വെള്ളം വേണമെന്ന് പറയുമ്പോൾ വെള്ളം കൊടുക്കുക, പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നാണെങ്കിൽ എണീപ്പിച്ചിരുത്താൻ പറയും, എണീപ്പിച്ചിരുത്തുക. അങ്ങനെയുള്ളൊരു ജോലിക്കല്ലല്ലോ നമ്മൾ ആൾക്കാരെ എടുക്കുന്നത്.
അവരുടെ ബുദ്ധിയും കഴിവും അവരുടെ അറിവും ഒക്കെ ഉപയോഗിക്കാനാണ്. അപ്പോൾ അറിവുണ്ടെങ്കിൽ നമ്മൾ ശമ്പളം കൊടുക്കും, അറിവില്ലെങ്കിൽ എന്താ നമ്മൾ ചെയ്ത് നമുക്ക് ട്രെയിൻ ചെയ്യണം. ഇവിടെ ഉള്ളവർ ആദ്യം വന്നാൽ ചോദിക്കുന്നത് എത്ര ശമ്പളം കിട്ടുന്നത്. കോളേജിൽ നിന്ന് പാസ്സായി ഇറങ്ങി വരുന്നവരാണ് ചോദിക്കുന്നത് എത്ര ശമ്പളം കിട്ടി. എന്തെങ്കിലും അറിയാമെങ്കിലേ ശമ്പളം കൊടുക്കാൻ പറ്റൂ. ഇതാണ് ഒരു ഇൻവെസ്റ്ററുടെ വിഷമം, ഒരു ഡയലമ കേരളത്തിൽ. രണ്ടാമത് ഉള്ളത്, ഒരു 2 ദിവസം 3 ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് പഠിപ്പിച്ചു തുടങ്ങും. ഈ പണ്ടൊരു ചൊല്ലുണ്ട്, ഞാൻ ഈ മാർഷ്യൽ ആർട്സ് പഠിക്കാൻ പോയപ്പം അവർ പറഞ്ഞു, പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് മാസ്റ്റർ ചോദിക്കും എങ്ങനെയുണ്ട്, ഒരു 10 രൂപ ഒന്ന് അടിച്ചിടാം എന്നുള്ള ഒരു 2-3 മാസം കഴിഞ്ഞ് ചോദിക്കുമ്പോൾ 20 എന്നുള്ള 2ആയിട്ട് കുറയും. 1 വർഷം കഴിയുമ്പം പറയും ഒരാൾ വന്നാൽ ഓടി രക്ഷപ്പെടാം. അതാണ് നോളജ് എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കാൻ ഇവർക്ക് കഴിവില്ല. പിന്നെ ചോദിക്കുന്നത് ശമ്പളത്തിൻ്റെ ഞാൻ ഇപ്പോൾ കഴിയും, പിന്നെ ചോദിക്കുന്നത് വർക്കിംഗ് ടൈം എത്ര ആണെന്ന് ചോദിക്കും. അതായത് ഇവർക്ക് 9 മണിക്ക് വന്നിട്ട് 9 തൊട്ട് 9 to 5:30 ആണെന്ന് പറഞ്ഞാൽ 9 മണിയിൽ നിന്നുള്ള 10 മണിയാവും വരുമ്പോൾ, പിന്നെ 5:30 എന്നുള്ള കൃത്യം 5:30 കറങ്ങും. കാരണം പോയി തട്ടുകടയിൽ പോയി ചായ കുടിക്കണം, ആൾക്കാരുമായിട്ട് കറങ്ങി കിടക്കണം. ഇതാണ് പരിപാടി. യങ്സ്റ്റർ എന്ന് പറഞ്ഞാൽ ഓക്കെ, ഒരു 18-20 വയസ്സിലേക്ക് കറങ്ങി നടന്നു അടിച്ച് പൊളിച്ച് ജീവിച്ചോളൂ. അത് കഴിഞ്ഞ് യു ആർ എൻറ്ററിങ് ലൈഫ് റെസ്പോൺസിബിലിറ്റി. അവിടെ പിന്നെ സമയമൊന്നും നോക്കിയാൽ പറ്റില്ല. അവിടെ എത്രയും വർക്ക് ചെയ്ത് എത്രയും നോളജ് എടുക്കാം. അപ്പോൾ എൻ്റെ അടുത്താണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ മാക്സിമം വർക്ക് ചെയ്ത് എല്ലാം പഠിച്ചിട്ട് വിട്ടോളൂ. നിങ്ങൾ പൊക്കോളൂ. 2 വർഷം 1-2 വർഷം വർക്ക് ചെയ്ത് എല്ലാം പഠിച്ചിട്ട് പൊക്കോളൂ. നിൽക്കണമെന്നൊന്നും പറയുന്നില്ല. നിങ്ങളെ പിന്നെ നിലനിർത്തേണ്ട എൻ്റെ ജോലിയാണ്. ഇതങ്ങനല്ല. വർക്കിംഗ് ടൈം എത്ര ആണ്. അപ്പം ഈ ഇഷ്യൂസാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവർ കുറച്ച് കഴിയുമ്പം ഒരു 5-6 മാസം കഴിയുമ്പോഴത്തേക്ക് 70,000-80,000 രൂപ കൊടുത്ത് ഏതെങ്കിലും ഒരു പിന്നെ സബ്സ്റ്റാൻഡേർഡ് ട്രെയിനിങ് സെൻറ്ററിൽ പോയിട്ട് മറ്റേ ഏവിയേഷൻ ട്രെയിനിങ് ഇല്ലെങ്കിൽ മറ്റേ ട്രെയിനിങ് മറിച്ച് ട്രെയിനിങ് എന്നൊക്കെ പറയും. എൻ്റെ അവിടെ തന്നെ എൻ്റെ സ്ഥാപനത്തിൽ തന്നെ ഞാൻ ടാലി പാസ്സായി വന്ന് ഞാൻ 3-4 പേരെ ഞാൻ അപ്പോയിൻറ്റ് ചെയ്തു. ഒരു ചുക്കും അറിയില്ല. അവർ 20,000 രൂപ കൊടുത്ത് 3 മാസത്തെ കോഴ്സ് കഴിഞ്ഞാണ് എൻ്റെ അടുത്ത് വരുന്നത്. എന്നാൽ എൻ്റെ അവിടെ വർക്ക് ചെയ്ത് സാലറി ഇല്ലാതെ ഒരു 3 മാസം വർക്ക് ചെയ്ത് പഠിക്കാൻ പറയൂ, അതില്ല. ട്രെയിനിങ് എന്നും പറഞ്ഞ് പോയി എന്തെങ്കിലും ഒരു യൂസ്ലെസ് ആയിട്ടൊരു സർട്ടിഫിക്കറ്റും കൊണ്ടുവരും. അപ്പോൾ ഞാൻ പറയാൻ വന്നത് ഇങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡാണ് ഇവിടുത്തെ എംപ്ലോയബിൾ യൂത്തിൻ്റെ കയ്യിൽ. അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് തെറ്റായ ചിന്താഗതികളുള്ള അവരുടെ അച്ഛനമ്മമാരും ഇവിടുത്തെ സമൂഹവുമാണ്. ഈ സമൂഹത്തിൻ്റെ ഈ ആറ്റിറ്റ്യൂഡ് മാറണം. ഒരു 1-2 വർഷം അഥവാ 2 വർഷം വളരെ കൂടുതലാണ്. 1 വർഷമെങ്കിലും ശമ്പളമില്ലാതെ അധ്വാനിക്കാൻ, അത് എവിടെയെങ്കിലും പൈസ കൊടുത്ത് ട്രെയിനിങ്ങിന് പോകുന്നു എന്ന് കരുതിയാൽ മതി. അധ്വാനിക്കാൻ തയ്യാറാവണം. അധ്വാനിക്കുന്ന ഒരാളെ പിന്നെ മനസ്സിലാക്കാൻ കഴിവുള്ള കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരാൾക്കും പൈസ കൊടുക്കാതെ ഒരു എംപ്ലോയറും ഇരിക്കില്ല. അധ്വാനിക്കുന്നവന് തീർച്ചയായിട്ടും ശമ്പളം കൊടുക്കും. കാരണം അധ്വാനിക്കുന്നവർ നമുക്ക് ആവശ്യമാണ്. അങ്ങനെ അധ്വാനിക്കുന്നവർ ഇവിടെ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. അത് അതാണ് ഇക്കോ സിസ്റ്റം എന്ന് പറയുന്നത്. അതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. പേരൻസ് മാറണം, ഇവിടുത്തെ പിന്നെ രാഷ്ട്രീയ ചിന്താഗതി മാറണം, ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ ചെറിയ ട്രേഡായാലും ഇൻവെസ്റ്റ് ചെയ്യുന്നവർ എന്ന് പറഞ്ഞ് ഇവർ വരുന്നവരെ ചൂഷണം ചെയ്യാൻ പാടില്ല എംപ്ലോയേഴ്സ്. അത് നമ്മൾ നോക്കണം. അതെല്ലാം മാറി വരണമെങ്കിൽ ചില്ലറ കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ബോംബെയിൽ വെച്ച് ഒരു ഇൻവെസ്റ്റേഴ്സ് മീറ്റിന് പോയപ്പോഴത്തേക്ക് 2008 എൻ്റെ വളരെ സീനിയർ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിലെ ഇൻവെസ്റ്റേഴ്സ് അന്ന് ആ മീറ്റിങ്ങിലുണ്ടായിരുന്നു. ഞങ്ങൾ ലഞ്ച് കഴിച്ചപ്പം വളരെ മുന്തിയ കമ്പനി, അതായത് ടോപ്പ് 10 കമ്പനീസിൽ 2-3 പേര് ഞാനും ലഞ്ച് കഴിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 3 പേര് ഒന്നിച്ചായി. അപ്പോൾ അതിന് കൃത്യമായിട്ട് പുള്ളി പറഞ്ഞു, കേരളത്തിൽ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യില്ല. അതാണ് ആറ്റിറ്റ്യൂഡ്. ഇപ്പോൾ തന്നെ ഹീറോ മോട്ടോർ കോർപ്പറേഷൻ ഗ്ലോബൽ സ്പെയർ സെൻറ്റർ ആന്ധ്രാപ്രദേശിൽ സ്റ്റാർട്ട് ചെയ്ത് 750 കോടി രൂപയാണ്. 4000 പേർക്കാണ് ആന്ധ്രാപ്രദേശ് ഹീറോ മോട്ടോർ കോർപ്പറേഷൻ ഗ്ലോബൽ സ്പെയർ സെൻറ്റർ തുടങ്ങുന്നത്. 750 കോടി രൂപ. ഇവിടെ എന്ത് തുടങ്ങുന്നു? എന്നാൽ ഇവിടെ ഞാൻ പലപ്പോഴും എനിക്കറിയാവുന്ന ബ്യൂറോക്രസി അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലാണ് സ്കിൽ ഉള്ളത്. അതായത് നമ്മൾ ഡെക്സ്റ്ററസ് ഫിംഗേഴ്സ് പറയും. നമുക്ക് ആ ഫീല് ഉള്ള ഒരു സമൂഹമാണ് നമ്മൾ. നമുക്ക് മെഷീനിങ്, പിന്നെ പ്രിസിഷൻ മെഷീനിങ്, പ്രിസിഷൻ വർക്കിലൊക്കെ നമുക്ക് നല്ല കഴിവാണ്.
ഓട്ടോമൊബൈൽ ഇപ്പോൾ കോയമ്പത്തൂർ നമുക്കറിയാം, ഓട്ടോമൊബൈൽ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഇങ്ങനെയുള്ള ഫാബ്രിക്കേഷനിലൊക്കെ അവർ നല്ല ഇന്ത്യയിലെ തന്നെ ഒരു പ്രമുഖ സ്ഥലമാണത്. കേരളത്തിനും അതുപോലുള്ള കഴിവുണ്ട്. കാർപ്പൻറ്റേഴ്സ്, ഏറ്റവും നല്ല കാർപ്പൻറ്റേഴ്സ് എന്ന് പറയുന്ന സെൻട്രൽ ട്രാവൻകൂർ ഇങ്ങോട്ടുള്ളവരാണ് പറയുന്നത്. എനിക്കറിഞ്ഞുകൂടാ, എനിക്ക് പല ഇൻപുട്സ് കിട്ടിയെന്ന് പറയുകയാണ്. നല്ല കാർപ്പൻറ്റേഴ്സ് ഉണ്ടല്ലോ, നമുക്ക് അവരുടെ സ്കിൽസ് ഉപയോഗിക്കാം. ഹാൻഡ്ലൂം, ഇതൊക്കെ ചെറിയ സ്കിൽസ് ഞാൻ പറയുന്നില്ല. പക്ഷേ കൂടുതലും ഞാൻ പറഞ്ഞ ഈവൻ ഇൻഡസ്ട്രി തന്നെ, മാനുഫാക്ചറിങ് ഏരിയയിൽ തന്നെ നമുക്കിവിടെ ഒരുപാട് സ്കിൽസ് ഉണ്ട്. പക്ഷെ അതൊന്നും ഉപയോഗിക്കാനുള്ള ഫെസിലിറ്റി ഇല്ല. ഞാൻ പറഞ്ഞു, എനിക്ക് ബ്യൂറോക്രസിയിൽ പലരും പരിചയം ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. നമ്മുടെ ഈ പഴയ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ് ഉണ്ടായിരുന്നു. അതായത് 70കളിലൊക്കെ ഒരുപാട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ് കേരളത്തിൽ ഉണ്ടാക്കി. ശരിക്കും പറഞ്ഞാൽ അത് നല്ലവണ്ണം മുമ്പോട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ കേരളം ഇന്നൊരു കോയമ്പത്തൂറായി മാറിയാണ്. ഒരു 100 കോയമ്പത്തൂറുകൾ കേരളത്തിലുണ്ടാകാമായിരുന്നു. പക്ഷേ ഞാൻ മുമ്പൊരിക്കൽ ദൂരദർശൻ്റെ ഇൻ്റർവ്യൂവിൽ തന്നെയാണെന്ന് തോന്നുന്നു പറഞ്ഞത്, ആരംഭശൂര ഖരു കേരളീയ എന്നുള്ളത്. കാര്യങ്ങൾ ഗംഭീരമായിട്ട് തുടങ്ങിക്കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയില്ല. അപ്പോൾ അത് ഈ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ് നല്ലൊരു പദ്ധതിയായിരുന്നു. ഇപ്പോഴും അത് റിവൈവ് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ പ്രശ്നം എന്താണ്, ഇപ്പോൾ ഇതിനൊക്കെ സ്റ്റാർട്ടപ്പ് എന്നൊരു പേര് വിട്ട് വലിയ കോട്ടും സൂട്ടും ഇട്ട ആൾക്കാർ വരും. ഈ കോട്ടും സൂട്ടും ഒക്കെ മാറ്റി വെച്ചിട്ട് കയ്യിലും തലയെക്കെട്ടുമായിട്ട് ഇറങ്ങണം. അപ്പോൾ നമ്മൾ കേരളം മുമ്പോട്ട് പോകും. ഓക്കെ സാർ, ഓക്കെ. എന്തായാലും നമ്മൾ വിഴിഞ്ഞത്തെക്കുറിച്ചും തിരുവനന്തപുരം എയർപോർട്ടിനെ കുറിച്ചും വിശദമായി സംസാരിച്ചു. ഇനി ഒരുപാട് കാര്യങ്ങൾ സാറിൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയാനുണ്ടാവും. നമുക്ക് സമയക്കുറവുണ്ട്. മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയം നമുക്ക് തിരഞ്ഞെടുക്കാം. ആ ദിവസം കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. നന്ദി സാർ. താങ്ക് യു.